വെൽക്കം ടു മൈ ചാനൽ. നമ്മളിൽ ഒട്ടുമിക്കവരും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടാൽ നമുക്ക് ആകർഷകമായ ഒരു തംബ്നെയിൽ വേണം. എങ്ങനെ ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ നമുക്ക് നിർമ്മിക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പാണ്. സോ ആദ്യമേ നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവയിൽ പോസ്റ്റേഴ്സ്, ഫ്ലയേഴ്സ്, ഇൻവിറ്റേഷൻസ് നിർമ്മിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് തംബ്നെയിൽ നിർമ്മിക്കേണ്ടതാണ്. ഇതിൽ ഒരുപാട് മോഡൽ തംബ്നെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഇഷ്ടമുള്ളവരെണ്ണം ചൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ പെയ്ഡുമുണ്ട്, അല്ലാത്തതുമുണ്ട്. അല്ലാത്തതെടുത്താൽ മതി. നമ്മൾ പെയ്ഡ് വേണമെന്നുള്ളവർക്ക് പെയ്ഡും എടുക്കാം. ഞാനിവിടെ പെയ്ഡ് അല്ലാത്തവരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസിൽ നമുക്ക് ഓരോ പുതിയ ഫോട്ടോസ് കൊണ്ട് വയ്ക്കാവുന്നതാണ്. ഓരോ ഫോട്ടോയിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് കൊണ്ട് വയ്ക്കാം. ക്യാൻവയുടെ താഴെ ഇടതുവശത്ത് കാണുന്ന റീപ്ലേസ് ബട്ടണിൽ കുത്തുമ്പോഴാണ് അതിനുള്ള ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് അല്ലെങ്കിൽ നമുക്ക് ക്യാമറ റോൾ എടുത്താലും മതി. ഈ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ അതിൽ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ കാണുന്ന ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഒരു ഫ്രെയിം അഡീഷണൽ വേണമെങ്കിൽ ആ പ്ലസ് ചിഹ്നത്തിൽ കുത്തിയാലും മതി. അതായത് അഡീഷണൽ ഒരു ഫ്രെയിമും കൂടെ വേണമെങ്കിൽ നമ്മൾ ആ പ്ലസ് ചിഹ്നത്തിൽ കുത്തിയാൽ ഒരു ഫ്രെയിം കൂടെ അഡീഷണലായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഇമേജ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ ആ ഫ്രെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഫ്രെയിം വേണമെങ്കിലും ചൂസ് ചെയ്യാം. സ്ക്വയർ ആണോ, റൗണ്ട് ആണോ, അതെല്ലാം അതിലെ എലമെൻറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഫോട്ടോസ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. താഴെ കാണുന്ന എലമെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഏത് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആയാലും ഫ്രെയിംസ് ആയാലും അവൈലബിൾ ആണ്. അടുത്തതായി നമ്മൾ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുക. അതിനെ അത് സെലക്ട് ചെയ്യുക. ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഹൗ ടു ക്രിയേറ്റ് അട്രാക്റ്റീവ് തംബ്നെയിൽ എന്നാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. How to create attractive അടുത്ത തംബ്നെയിൽ. അതുപോലെ ബാക്ക് സ്പേസ് കൊടുക്കുക. തംബ്നെയിൽ അടിക്കുക. താഴെ വേറെ ആഡ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് കൊടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള ഫോണ്ട് ആയാലും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അതിട്ട് തന്നെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് ഈ ഫോണ്ടിൽ തന്നെ നേരത്തെ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന പോലെ അഡീഷണൽ പ്ലസ് ചിഹ്നത്തിൽ ഞെക്കിയാൽ ഒന്നുകൂടെ ഒരു ഫോണ്ട് അഡീഷണലായിട്ട് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടുത്തത് ടൈപ്പ് ചെയ്യാം. ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ഓൾറെഡി ഉള്ള ഫോണ്ട്സ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് അടുത്ത ആഡ് കൊടുത്ത് യൂട്യൂബ് എന്ന് എഴുതുന്നത്. താഴെ പോയി ടെക്സ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് ആണോ സബ് ഹെഡിങ് ആണോ അങ്ങനെയുള്ളതെല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെ അങ്ങ് പ്ലസ് എടുക്കുകയാണ് ചെയ്തത് ഒരെണ്ണം. ഇനി താഴെ എലമെൻറ്റ്സിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് ലോഗോ സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് യൂട്യൂബ് ലോഗോ ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അതിൽ പെയ്ഡുമുണ്ട്, അല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാത്ത നോർമൽ ഒരെണ്ണം എടുത്താണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് ടൈപ്പ് ചെയ്ത യൂട്യൂബിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. താഴെ പോയി ആ എ ബട്ടണിൽ ഞെക്കുക. ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൽ മാറ്റാവുന്നതാണ്. ഞാനിവിടെ റെഡ് കളറാണ് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൺസിൻ്റെ എഫക്റ്റ് മാറ്റാവുന്നതാണ്. അതായത് ഷാഡോ, ലിഫ്റ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മളുടെ തംബ്നെയിൽ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നു. അതിന് വേണ്ടിയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ഞാനിവിടെ ലാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് സ്റ്റൈല് മാറ്റാം, ഷേപ്പ് മാറ്റാം, ഇതിൻ്റെ തന്നെ കളറ് മാറ്റാം. അതായത് ട്രാൻസ്പാരൻസി, കളറ്, സ്പ്രെഡ് അങ്ങനെ ഓരോന്നും നമുക്ക് അറേഞ്ച് ചെയ്ത് മാറ്റാവുന്നതാണ് നമ്മളെ ഇഷ്ടാനുസരണം. ഇതിപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറ്റി റൗണ്ട് ആക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതാണോ അട്രാക്റ്റീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അടുത്തതായി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായി ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ സെലക്ഷൻ വീഴും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ ഇപ്പോൾ പടം റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അതിൻ്റെ ട്രാൻസ്പാരൻസി കുറയ്ക്കണോ കൂട്ടണോ അതൊക്കെ നമ്മുടെ ഇഷ്ടം. അതുപോലെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഫ്രെയിം നമുക്ക് ഏത് ഫ്രെയിമാണോ ബാക്ക്ഗ്രൗണ്ടാണോ സെലക്ട് ചെയ്യണത് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് സെലക്ഷൻ വീഴും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അറേഞ്ച് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഫ്രെയിംസ് ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ടു ഫോർവേഡ് അങ്ങനെ ചെയ്യുന്നത്. അതായത് താഴെ കിടക്കുന്ന ഫ്രെയിം മേലിൽ കിടക്കുന്നത് താഴെ കൊണ്ടുവരിക അങ്ങനെ ചെയ്യുന്നത്. അതിനായിട്ട് താഴെ റൈറ്റ് ഭാഗത്ത് മോറിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻസ് ബ്രിങ് ടു ഫ്രണ്ട് അതിനുള്ള ഓപ്ഷൻസ് കാണാൻ കഴിയും. എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ട്രാൻസ്പാരൻസി ആയാലും ബ്രിങ് ടു ഫ്രണ്ട് ആയാലും നമുക്ക് പറയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതിപ്പോൾ പറഞ്ഞു തരുന്നത്.
അതിലൂടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ടുവരാൻ വേണ്ടി താഴെ കാണുന്ന എലമെൻറ്റിൽ പോവുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എടുക്കുക. ഞാൻ പെയ്ഡ് അല്ലാത്ത ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ മേലിൽ കാണുന്ന റൈറ്റ് ബട്ടണിൽ ഞെക്കുക. അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ വരും. എന്നിട്ട് അതിൽ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് നമുക്ക് ക്വാളിറ്റി ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ചിലത് പ്രീമിയം ആയിരിക്കും, അതുകൊണ്ട് പ്രീമിയം അല്ലാത്തത് നോക്കി സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഡൗൺലോഡ് ആവുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതിനിപ്പോൾ സേവ് ആയി കഴിഞ്ഞു, ഗാലറി പോയി കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.